യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി. സെക്രട്ടേറിയറ്റ് ഡിജിപി ഓഫീസ് മാർച്ചിലേക്ക് കേസുകളിൽ രാഹുലിന് ജാമ്യം കിട്ടിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാഹുലിന് ജയിലിന് മുന്നിൽ സ്വീകരണം നൽകി. സർക്കാരിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോവില്ലെന്നും തല്ലി ഒതുക്കിയാലും നാടിനു വേണ്ടി സമരം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പിന്തുണ നൽകിയ എന്റെ അമ്മയടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരോട്, ഈ നാട്ടിലെ മുഴുവൻ മലയാളികളോടുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. വരും ദിനങ്ങളിലെ ശക്തമായ പോരാട്ടത്തിലൂടെ തന്നെ നമ്മൾ പ്രതിഫലിപ്പിക്കുകയും തന്നെയും എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ നാടാവശ്യപ്പെടുന്ന പോരാട്ടം അത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന നാളെങ്കിൽ നാളെ വീണ്ടും ആ പോരാട്ടമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ പറയുന്നില്ല. ഒറ്റ കാര്യം, ഈ നാട് വാടുന്ന രാജാവെന്ന് വിചാരിക്കുന്ന പിണറായി വിജയനോട് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കിരീടം താഴെ വെക്കുക, ജനങ്ങൾ പിന്നാലെയുണ്ട് എന്ന കേരളത്തിന്റെ രാജാവ് ഓർക്കണമെന്നായിരിക്കും. ഹരി മോഹൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, രാഹുലിനെ സ്വീകരിക്കാൻ പ്രധാനപ്പെട്ട ഏതൊക്കെ നേതാക്കൾ വന്നിരുന്നു? ഒപ്പം ആവേശോജ്വലമായ സ്വീകരണമാണോ പൂജപ്പുര ജയിലിന് പുറത്ത് അണികൾ നൽകിയത്? രേഷ്മ, അതിലാദ്യം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 2 കേസുകളിൽ 2 വ്യത്യസ്ത കോടതികൾ ജാമ്യം കൊടുക്കുന്നത്. 3 മണിക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന് നടപടിക്രമങ്ങൾ ഏറെ വൈകി. ജാമ്യത്തിന്റെ ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടാൻ വൈകി. അതിനുശേഷം ബോണ്ട് അടയ്ക്കാൻ വൈകി. അതിനുശേഷം നഷ്ടപരിഹാര തുക കെട്ടിവെക്കാൻ വൈകി. പക്ഷേ 6 മണിക്കൂറോളം ഇത്തരത്തിൽ ഒരു കാലതാമസം ഉണ്ടായിട്ട് പോലും പൂജപ്പുര ജയിലിന് മുന്നിൽ രാഹുലിനെ കാത്തുകൊണ്ട് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അണിനിരക്കുകയുണ്ടായി. അവർ അവിടെ തന്നെ നിന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുന്നത് വരെ എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്നുള്ളത്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ MLA, PC വിശ്വനാഥ് MLA, മാത്തിക്കുളനാടൻ MLA, അൻവർ സാദത്ത് MLA, ഒപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരായിരുന്നു. ഇവർക്കൊപ്പം ആണികളും ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം ജയിലിന് മുമ്പിൽ വെച്ച് നടത്തി. ആ ജയിലിന് മുമ്പിൽ തന്നെ, അതായത് താൻ 9 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ അതേ ജയിലിന് മുമ്പിൽ വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി സംസാരിച്ചു എന്നുള്ളത് കൂടി ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അതായത് താൻ തുടങ്ങിവെച്ച പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ പോരാട്ടങ്ങളെല്ലാം തന്നെ തുടരും, അതിൽ നിന്ന് ഒരിഞ്ച് പോലും പുറകോട്ട് പോവില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിവിടെ പ്രഖ്യാപിച്ചത്. കൂടുതൽ കാര്യങ്ങൾ പറയാം, പക്ഷെ അതൊക്കെ നാളെ KPCCയിൽ വെച്ചാണ് എന്നുള്ളതാണ് ഇതിൽ രാഹുൽ പറഞ്ഞ ഒരു കാര്യം. എന്തായാലും മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, അതായത് ജയിലിൽ നിന്ന് സമരങ്ങളിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ഇവിടെ വെച്ച് സ്വീകരണം നൽകുകയുണ്ടായി. രേഷ്മ. ശരി, ഹരി മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.